ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണാം. ഇതിന് വീശി അടിക്കണ്ട, വേറെ പല രീതിയിലൊന്നും കട്ട് ചെയ്തിട്ടൊന്നും മടക്കിയെടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നല്ല ലേയേഴ്സോട് കൂടിയിട്ടുള്ള പൊറോട്ടകൾ ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിലും എളുപ്പമായിട്ട് ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് വളരെ ലേയേഴ്സുള്ള പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദാപ്പൊടിയാണ്. ഈ ഒരു കപ്പാണ് മെഷറിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് നെയ്യ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസും മൈദപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം കുഴച്ച് ബുദ്ധിമുട്ടണം എന്നില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഇടികല്ലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ കുക്ക് ടോപ്പിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ബലം പ്രയോഗിച്ച് കുഴച്ചെടുക്കുന്നതിന് പകരം ഇത് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. 1 മിനിറ്റോ 2 മിനിറ്റോ ഇതുപോലെ ചെയ്താൽ മതി. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടും ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് അടച്ചു വെക്കാം. 1 മണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ബോൾസാക്കി മാറ്റണം. ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ക്രാക്ക് വീഴാത്ത ബോൾസ് നമുക്ക് എടുക്കാൻ പറ്റും. ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനും ബാക്കി എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ട് മിക്സ് ചെയ്തതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ബോൾസിൻ്റെ മുകളിലായിട്ടൊന്നിങ്ങനെ തടവി കൊടുക്കാം. ഇനി നമ്മളിത് കുക്ക് ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് പരത്താൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നെയ്യ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയ അരിപ്പയിൽ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എല്ലായിടയും ഒരേപോലെ മൈദപ്പൊടി എത്തിക്കോളും. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ പരത്തിയെടുത്തത് കുക്ക് ടോപ്പ് തന്നെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ബോൾ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ നെയ്യ് പുരട്ടി കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മൈദപ്പൊടി ഇതുപോലെ തട്ടി കൊടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ പൊറോട്ടയും കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുവാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പൊറോട്ടേൻ്റെ മുകളിലേക്ക് തന്നെ ഈ രണ്ടാമത്തെ പൊറോട്ടയും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ബോൾ പരത്തിയെടുക്കാം.
അപ്പോൾ മൂന്നാമത്തെ പൊറോട്ട മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി 3 കൂടി ഉണ്ട്. അതും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനുണ്ടാക്കിയ 6 പൊറോട്ടയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ നെയ്യും പൊടിയും തടവിയിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പലക വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അധികം ശക്തി പ്രയോഗിക്കാതെ ഒന്ന് പരത്തി എല്ലാവരുടെയും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ലെവല് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതുപോലെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഏറ്റവും സൈഡിലൂടെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ പൊറോട്ടക്കുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ നീട്ടി വലിച്ചെടുക്കണം, ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ നീണ്ടു വരും. എന്നതിന് ശേഷം നമുക്കിത് ചുരുട്ടിയെടുക്കാം. നമ്മുടെ ഈ 3 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 6 ലെയറാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ 6 പൊറോട്ടയല്ലേ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ 6 ലെയർ ഉണ്ടാവും. അത്യാവശ്യം നല്ല ലെയറായിരിക്കും അത്. അപ്പോൾ ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന ഈ എഡ്ജ് നമുക്ക് താഴേക്ക് വെച്ച് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ പൊറോട്ടയുടെ മാവ് റെഡിയായി. കണ്ടില്ലേ, നല്ല പോലെ ലെയറായിരിക്കും ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് മുറിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഇതുപോലെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇനി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഓരോന്നിലും വേണ്ടത്. അപ്പോൾ ഇതുപോലെ നീട്ടി പിടിച്ചിട്ട് ചുരുട്ടി വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും എല്ലാം ഞാൻ അതേപോലെ ചെയ്യട്ടെ. അപ്പോൾ എല്ലാ പൊറോട്ടയും നല്ലപോലെ പരത്തി കഴിഞ്ഞു. വലിയ വലിപ്പത്തിൽ തിന്നായിട്ട് പരത്തരുത്, ഇത്തിരി തിക്കായിട്ട് തന്നെ പരത്തണം. തിന്നായിട്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊറോട്ട ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ബബിൾസ് വന്നാൽ ഒന്നുകൂടെ തിരിച്ചിടണം. എന്നിട്ടാണ് നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗത്തൂടെ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കണം. നല്ലപോലെ നെയ്യ് പുരട്ടി കൊടുത്താൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായി വരുള്ളൂ. ഇനി ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പൊറോട്ടയും റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ 2 പൊറോട്ട ആയി കഴിഞ്ഞതിന് ശേഷം ഇതിന് ലെയർ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ചൂടോട് കൂടി തന്നെ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ലെയേഴ്സ് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ കൈവച്ച് ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇനി പൊറോട്ട ഉണ്ടാക്കാൻ മടിക്കൊന്നും വേണ്ട. പലപ്പോഴൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പൊറോട്ടകളൊക്കെ ഉണ്ടാക്കുക, നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ ഈസിയായി ഈ പൊറോട്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.